കണ്ണൂർ മുൻ എ.ഡി.എമായ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അത് വലിയ തോതിൽ അന്വേഷണം എങ്ങുമെത്താതെ നിലയ്ക്കുമ്പോഴും കണ്ണൂർ ജില്ലാ കളക്ടർ പദവിയിൽ സുഖലോലുപനായി ഇരിക്കുകയാണ് ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ. അരുൺ കെ വിജയൻ ഇപ്പോൾ തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായും അദ്ദേഹത്തെ തൽസ്ഥാനത്തു നിന്നും നീക്കേണ്ടത് അനിവാര്യമാണ്. മഞ്ജുഷയുടെ മൊഴി പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ കൃത്യമായും അരുൺ കെ വിജയൻ സംശയത്തിൻ്റെ നിഴലിൽ ആകുമായിരുന്നു. ഈ കാര്യത്തിൽ എന്തുകൊണ്ട് അരുൺ കെ വിജയൻ്റെ പേര് പ്രതി ചേർക്കപ്പെട്ടില്ല എന്നുള്ളത് വലിയ രീതിയിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ആ വ്യക്തി കളക്ടർ സ്ഥാനത്ത് ഇപ്പോഴും ഇരിക്കുന്നത് ആശ്ചര്യം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഓരോ ഘട്ടങ്ങളിലും അരുൺ കെ വിജയൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ശക്തമായി രേഖകൾ കൊണ്ട് തന്നെ തെളിവോടുകൂടി പുറത്തു വരികയാണ്. ഗീത IAS കൊടുത്ത റിപ്പോർട്ടിന്മേൽ ഒരു രീതിയിലുള്ള അന്വേഷണവും പ്രഖ്യാപിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ആറളം ഫാമുമായി ബന്ധപ്പെട്ട് 3500 ഏക്കർ പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാനോ ജില്ലാ ഭരണകൂടം കാണിക്കുന്ന നെറുകേടുകളെക്കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് അരുൺ കെ വിജയൻ ലോബികളുമായി നടത്തുന്ന ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണം ശക്തമാകുന്നത്. TTK ദേവസ്വം ഭൂമിയും ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഇടപാടുകളെ സംബന്ധിക്കുന്ന വിവരവും നിർണായക ഫയലുകൾ തെളിവോടുകൂടി പുറത്തെടുത്തിരിക്കുകയാണ് ഗീത IAS. അത് ഒരു ഘട്ടത്തിലും അന്വേഷിക്കാൻ പോലീസ് നേതൃത്വം തയ്യാറാകുന്നില്ല. ഒളിച്ചുകളിയാണ് നടത്തുന്നത്. വാസ്തവത്തിൽ TP ദേവിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ TP ദേവിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ ഒരു താല്പര്യവുമില്ലായിരുന്നു പോലീസ്. ജനരോഷം ഭയന്നാണ് ഒടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടി വന്നത്. ഏറ്റവും ഒടുവിലാണ് മലയാലപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വസതിയിലേക്ക് മൊഴി ശേഖരിക്കാനായി പോയതുപോലും. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല എന്നുള്ളതും കൊലപാതകത്തിൻ്റെ ദുരൂഹത ഏറുന്ന സാഹചര്യത്തിൽ പോലും ജില്ലാ കളക്ടറെ മാറ്റാതിരിക്കുന്നത് ഏറ്റവും വലിയ കൃത്യവിലോപമായി കാണണം എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബു പറയുന്നത്. കളക്ടറാണ് അതിനകത്ത് പോസ്റ്റ്മോർട്ടത്തിന് ഏറ്റവും വലിയ തിടുക്കം കൂട്ടിയത്. അതായത് അരുൺ കെ വിജയൻ്റെ ഒരു മേൽനോട്ടം അതിനകത്ത് കൃത്യമായി ഉണ്ടായിരുന്നു. തങ്ങൾ എത്തുന്നതുവരെ പോസ്റ്റ്മോർട്ടമോ ഇൻക്വസ്റ്റ് റിപ്പോർട്ടോ ഒന്നും നടത്തരുത് എന്ന് കൃത്യമായി ജില്ലാ കളക്ടറോട് ടെലഫോണിൽ താൻ സംസാരിച്ചിരുന്നു എന്ന് പ്രവീൺ ബാബു മൊഴി നൽകിയതാണ്. മാത്രമല്ല, അതിനെക്കുറിച്ച് പിന്നീട് കളക്ടർ ഒന്നും തന്നെ പറഞ്ഞതുമില്ല. എല്ലാം കൃത്യമായി നടക്കുമെന്നും അതിനകത്ത് അട്ടിമറിയുടെ ഒരു സാഹചര്യവും ഇല്ല എന്ന് വാക്കുകൊടുത്തിരുന്നു എന്നും പ്രവീൺ ബാബു പറയുന്നുണ്ട്. ഇവിടെ ആർക്കായിരുന്നു ഇത്ര തിടുക്കം? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് അതൃപ്തിയുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും മിസ്സിങ്ങുമാണ്. പരിയാരം മെഡിക്കൽ കോളേജ് വലിയ തോതിൽ CPIMന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആശുപത്രിയാണ്. അവിടെയുള്ള ഒരു ജീവനക്കാരൻ കൂടിയാണ് പ്രശാന്തൻ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രശാന്ത് നടത്തിയ ഗുരുതര ആരോപണം ഇപ്പോഴും നിഴലിച്ചു നിൽക്കുകയാണ്. 98,500 രൂപ സഹകരണ ബാങ്കിൽ നിന്നും കൈക്കൂലിക്കായി സ്വർണം പണയപ്പെടുത്തി എന്ന ആരോപണം തെറ്റിദ്ധാരണാജനകമായ കാര്യം തന്നെയെന്ന് തെളിയപ്പെടുകയാണ്. അതായത് തനിക്ക് 2 തരത്തിലുള്ള ഒപ്പുണ്ട് എന്ന വിചിത്രമായ വാദം പറഞ്ഞ പ്രശാന്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതും മറ്റൊരു സാഹചര്യമായി മാറുന്നു. ഗീത IASൻ്റെ റിപ്പോർട്ടിന്മേലെങ്കിലും നടപടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ചെങ്കൽ മാഫിയയും ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട കളക്ടറുടെ വഴിവിട്ട ബന്ധം നിർണായകമായ വിവരം പുറത്തു വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് അയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്.